നമസ്കാരം, വെൽക്കം ടു കേരള ക്രിക്കറ്റ് കഫേ. അങ്ങനെ RR വേഴ്സസ് LSG മാച്ച് കഴിഞ്ഞിരിക്കുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാച്ചായിരുന്നു എല്ലാവരെയും സംബന്ധിച്ചും. RR തോൽക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റു പലർക്കും സന്തോഷമാവുന്ന ഒരു മാച്ചായിരുന്നു. പക്ഷേ RR അതിന് ഇട നൽകിയില്ല. RR ഇന്നത്തെ മാച്ച് ഭംഗിയായിട്ട് വിജയിച്ചിരുന്നു. RRൻ്റെ ഇന്നത്തെ ഒരു ടീമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ജയിക്കാൻ വേണ്ടി തീരുമാനിച്ചുറപ്പിച്ച ഒരു ടീമൊന്നും അല്ലായിരുന്നു. പക്ഷേ എങ്കിലും ആ ഉണ്ണിക്കുട്ടൻ്റെ ഒരു എക്സ്പ്ലോസീവ് ഇന്നിങ്സിൻ്റെ ബലത്തിൽ വേണമെങ്കിൽ ജയിച്ചു എന്ന് പറയാം. ഫസ്റ്റ് ബാറ്റ് ചെയ്തിട്ട് LSG ഒരു നല്ലൊരു ടോട്ടൽ 220 എന്ന് പറഞ്ഞൊരു ടോട്ടൽ മുന്നിലേക്ക് വെക്കുന്നു. സെക്കൻഡ് ബാറ്റ് ചെയ്തിട്ട് 19.1 ഓവേഴ്സിൽ RR അത് ഫിനിഷ് ചെയ്യുന്നു. വേണമെന്നുണ്ടെങ്കിൽ ഒരു 16 ഓവറിലൊക്കെ ഫിനിഷ് ചെയ്യായിരുന്നു. നെറ്റ് റൺ റേറ്റ് കുറച്ചും കൂടെ കൂട്ടായിരുന്നു. പക്ഷേ RRന് അതിൻ്റെ താല്പര്യം ആ സമയത്ത് വന്നില്ല എന്നുള്ളതാണിത്. നമുക്ക് എന്തായാലും ഈ മാച്ചിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. RR എന്തായാലും ഫസ്റ്റ് പണി പറ്റിച്ചു. ഫസ്റ്റ് മാച്ച് തൂക്കി. RR അങ്ങനെ ആദ്യത്തെ വെടി പൊട്ടിച്ചു. ഫസ്റ്റ് സ്റ്റെപ്പ് അവരെ സക്സസ്ഫുള്ളായി. ഇനി അവർക്ക് ഒരു സ്റ്റെപ്പ് കൂടെ വെച്ച് കഴിഞ്ഞാൽ ചാടിക്കിടക്കാം. ഇതിനകത്തിൽ ഈ പറയേണ്ടത് RR എന്താണ് ഈ മാനേജ്മെൻ്റ് ലെവലിൽ കാണിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. മനസ്സിലായി, അതിനകത്തിൽ എന്തൊക്കെയോ വലുത് പുകയുന്നുണ്ട്. അധികം വൈകാതെ ആ പുക തീയായിട്ട് പുറത്ത് വരും. 2-3 കളികളായിട്ട് അത് ഞാൻ വളരെ എവിഡൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. എക്സാമ്പിൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, കഴിഞ്ഞ കളി ഒരുപാട് മിസ്ഫീൽഡുണ്ടായി. ഈ മിസ്ഫീൽഡുണ്ടായ സമയത്ത് ഈ റയാൻ പരാഗ് വിസിബിളി എല്ലാവരുടെ ഫ്രസ്ട്രേഷൻ കാണിക്കാൻ തുടങ്ങി. അത് ഈ പറഞ്ഞൊരു ക്യാമറ പ്രസൻസ് കിട്ടാനാണോ, അങ്ങനെ ഒരു ക്യാപ്റ്റൻ ഒരിക്കലും കാണിക്കത്തില്ല. ഒരാൾ മിസ്ഫീൽഡ് ചെയ്യുമ്പോൾ ഉടനെ അതിനെ ഈ കറന്നിട്ട് ഡൗൺ ആക്കുന്ന രീതിയിൽ ചെയ്യാറില്ല പൊതുവേ. അത് രണ്ടാമത്തെ ഒരു കേസ്, അതേ പരാഗ് തന്നെ 18ാമത്തെ ഓവറിൽ ഒരു ഷോ കാണിക്കാൻ വേണ്ടി കുനിയാതൊക്കെ ഒരു ബോൾ എടുക്കാൻ നോക്കി. ആ ബോൾ അങ്ങ് മിസ്ഫീൽഡായി 4 പോകാൻ പോയി. അപ്പോൾ കുമാർ സംഘക്കാര ഈ ഡഗ് ഔട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് ഭയങ്കര ശുഭിതനായിട്ട് ചൂടാവുന്നുണ്ട്. അതേകൂട്ട് തന്നെ റയാൻ പരാഗ് തൊപ്പി വലിച്ചെറിഞ്ഞിട്ട് പോകുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് നടക്കുന്നുണ്ട്. അതിലെല്ലാം ഉപരി എനിക്ക് വളരെ ഒട്ടും മനസ്സിലാത്തൊരു കാര്യം, ജഡേജയ്ക്ക് റെസ്റ്റ് കൊടുത്തിരിക്കുന്നു കഴിഞ്ഞ 2 കളികളായിട്ട്. എന്താണ് കാര്യം? ഇഞ്ചുറി അല്ല, വർക്ക് ലോഡ് മാനേജ്മെൻറ്റ്. പണ്ട് ഇങ്ങനെ ജഡേജ ഒന്ന് ബെഞ്ചിലിരുന്നതാണ്. CSKയിലിരുന്നപ്പം ഒരു ക്യാപ്റ്റൻസി ഏറ്റെടുത്ത് ഒരു 7 കളി തോറ്റതിന് ശേഷം ഈ പറഞ്ഞിട്ട് എന്തോ കാരണം പറഞ്ഞുകൊണ്ട് ബെഞ്ചിരുന്നതിന് ശേഷം ജഡേജ പൂട്ടർ പ്ലെയറെ ബെഞ്ചിരിക്കുന്നത് ഞാനിട്ട് കാണുക. കാരണം ജഡേജ എന്ന് പറയുന്ന പ്ലെയറൊക്കെ ഒരു കളി പോലും മിസ് ചെയ്യാതെ ത്രൂ ഔട്ട് IPL കളിക്കാൻ പൊട്ടൻഷ്യലി ഏബിൾ ആയിട്ടുള്ള കാര്യം. എന്താണ് പുള്ളിയുടെ വർക്ക് ലോഡ് മാനേജ്മെൻറ്റ്? ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ കളിക്കുന്നുണ്ടോ? ഇല്ല. ഇന്ത്യൻ വൺ ഡേ ടീമിൽ കളിക്കുന്നുണ്ടോ? ഏറെ നാളായി. T20 വിരമിച്ചു. ആകെപ്പാടെ IPL കാണിക്കുന്നത്. അതും 6 ദിവസത്തെ അല്ല 7 ദിവസത്തെ ബ്രേക്കിന് ശേഷമാണ് അവരൊരു കളി വരുന്നത്. മസ്റ്റ് വിൻ ഗെയിമിൽ ജഡേജയെ കൂട്ടുള്ള ഒരു ക്ലച്ച് പ്ലെയർ വർക്ക് ലോഡ് മാനേജ്മെൻറ്റിൻ്റെ പേരിൽ പുറത്തിരിക്കും എന്ന് പറയുന്നത് വെള്ളം തൊടാതെ വിശ്വസിക്കാൻ ഞാൻ അത്ര മണ്ടനല്ല. 1. 2, ഇന്ന് പരാഗ് പുറത്തിരിക്കുന്നു. എന്താണ്? ഇഞ്ചുറി ആണെന്നാണ് പറയുന്നത്. മനസ്സിലായി. എന്നിട്ട് പുള്ളിയെ ഇമ്പാക്ട് സബ് ലിസ്റ്റിനകത്തിലുണ്ട്. അപ്പോൾ എന്താ, ഇഞ്ചുറി ഇല്ലേ? എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് കരുതി അങ്ങ് വായത്തൊന്ന് പറയുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സംതിങ് ഈസ് ഫിഷി ഇൻസൈഡ് ദ ക്യാമ്പ്. അതത്ര നല്ലൊരു സിംറ്റം അല്ല. പരാഗിന്റെ ഒരു ഇച്ചിരി ഓവർ ഇതാണ് പരാഗ് ആയതൊട്ട് നമുക്കറിയാമല്ലോ പണ്ട് തൊട്ടേ. കാരണം പരാഗിന്റെ കളി ഇവിടെ നിൽക്കുമ്പോൾ പരാഗിന്റെ ഷോ ഇവിടെ നിൽക്കും. അതാണ് പരാഗിന്റെ ഒരു ശൈലി പണ്ട് തൊട്ട്. അതിന് പുറത്തിരുത്തിയതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് ക്യാപ്റ്റൻസിയിലും അത് പ്രകടമായിട്ടുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ മാച്ചിന്റെ കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ പുള്ളി പറയുന്നത് വളരെ വിയർഡായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഒരു ക്യാപ്റ്റൻ ഹർഷഭോഗിലേക്കൂട്ടുള്ള ഒരാള് ചോദ്യം ചോദിക്കുമ്പം ഒരു ഞാൻ ലൈവായിട്ട് കണ്ട ഒരു പുച്ഛഭാവം അല്ലെ പുള്ളിയോട് ചൂടാവുന്നു എന്ന്, പുള്ളി തെറ്റ് ചെയ്ത പോലെ എന്നുള്ള രീതിയിലാണ് തോന്നിയത്. അന്യായ ഷോയാണ്. അതായത് ഫസ്റ്റ് മാച്ച് ജയിച്ചപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഫസ്റ്റ് RR മാച്ച് ജയിച്ച സമയത്ത് ബ്രില്യൻ ക്യാപ്റ്റൻസിന്ന് ഇതുപോലെ തന്നെ ഈ പോസ്റ്റ് മാച്ച് പ്രസന്റേഷൻ പറഞ്ഞപ്പോൾ ഇവൻ ഇതുപോലെ തന്നെ പറഞ്ഞത്. അതായത് ഞങ്ങളിപ്പോൾ കളി ജയിച്ചതുകൊണ്ട് നിങ്ങൾ ബ്രില്യൻ്റ് എന്ന് പറയുന്നത്, ഞങ്ങൾ കളി തോറ്റിരുന്നെങ്കിൽ ഇതേ ആൾക്കാർ എന്നെ കുറ്റപ്പെടുത്തിയെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു ആവശ്യമില്ലാത്ത ശരിക്കും ഇങ്ങനെ വോക്കലാവേണ്ട ആവശ്യമില്ല. എന്താണ്, ആദ്യം പ്രൂവ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഒരു സീസണെങ്കിലും നല്ല രീതിയിൽ ക്യാപ്റ്റൻ ചെയ്ത് പ്രൂവ് ചെയ്തിട്ട് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞ അതിനൊരിതുണ്ട്. അതവിടെ നിൽക്കുമ്പോഴും അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. RRന്റെ ടീം ഇടുന്ന കാര്യത്തിൽ ഒന്ന് ജഡേജ, അതുപോലെ തന്നെ ഈ പരാഗ് കളിക്കാത്തത്, ഈവൻ ഹെഡ്മേറിന് പകരം പ്രൊട്ടോറിയസ് ഒക്കെ ഓപ്പണർ ഇറങ്ങേണ്ട പ്രൊട്ടോറിയസ് ഒക്കെ വന്ന് മിഡിൽ ഓർഡറിൽ കളിക്കണം. അങ്ങനെ ഒരുപാട് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ആ പയ്യൻ ഉള്ളതുകൊണ്ട് ജയിച്ചു എന്ന് പറഞ്ഞാൽ ആ പയ്യൻ ഇവർക്ക് ലോട്ടറി അടിച്ച് കിട്ടിയതാണ്.
ആ പയ്യന്റെ ഒറ്റ ബലത്തിൽ. അല്ലെങ്കിൽ ഇപ്പൊ ധ്രുവ് ജുറാലിന്റെ, ഞാൻ അന്ന് ബ്രോഡ് പറഞ്ഞു ധ്രുവ് ജുറാലിന്റെ സ്ട്രൈക്ക് റേറ്റിന്റെ കാര്യം. ഇന്നും ധ്രുവ് ജുറാൽ 139 സ്ട്രൈക്ക് റേറ്റ് കളിച്ചു. ഇതുപോലെ ഒരു 2-3 കളിന് മുമ്പും കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്ര ഒരു ഹൈ സ്കോറിംഗ് മാച്ചിൽ ഇന്നിപ്പോ ആ പയ്യൻ അടിച്ചതുകൊണ്ട്, അതുപോലെ തന്നെ യശസ്വി ജയ്സ്വാൾ ഫസ്റ്റ് സി ഫസ്റ്റ് അവരുടെ ആ ഒരു ഏറ്റവും കൂടുതൽ സ്റ്റാർട്ട് റൺ സ്കോർ കൊടുത്തു. നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പയ്യനാണ് 500 ചില റൺ അടിച്ചിരിക്കുക. ഇപ്പോൾ ഓറഞ്ച് ക്യാപ്പും പുള്ളിയുടെ കയ്യില്ല. രണ്ടാകുമ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേ ബിഹൈൻഡാണ്. 300 റണ്ണ് മറ്റേ എനിക്ക് തോന്നുന്നു പരാഗാണെന്ന് തോന്നുന്നു. പിന്നുള്ളത് 300 ചില്ലറയും കണ്ട. മനസ്സിലായി. അല്ലാതെ വലിയ രീതിയിൽ ഒരു ബാറ്റിംഗ് സൈഡിൽ നിന്ന് അവിടെ കോൺട്രിബ്യൂഷൻ ഇല്ല. ഇത് പ്യുവർ ബാറ്റിംഗ് ട്രാക്ക് ആയതുകൊണ്ടും അവൻ കളിച്ചത് കൊണ്ടുമാണ് ജയിക്കുന്നത്. തീർച്ചയായിട്ടും. അത് ഈ യശസ്വി ജയ്സ്വാൾ ആദ്യം ഒന്ന് നന്നായിട്ട് ആക്സിലറേറ്റ് ചെയ്തു. ആ സമയത്ത് ഈ ഇന്നത്തെ ഒരു ഇന്നിങ്സിന്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ആദ്യത്തെ 10 ബോളിൽ ഇവൻ 5 റൺസ് അടിക്കുന്നുണ്ട്. അതിനുശേഷമാണ് പിന്നീട് ഇവൻ 50 എത്തുന്ന 23 ബോളിലാണ്. പിന്നീട് അവിടെ നിന്ന് ഒരു ആക്സിലറേഷൻ അങ്ങോട്ട് തുടങ്ങും. മായങ്ക് യാദവ് ഫസ്റ്റ് ആദ്യത്തെ ഓവറിൽ അടിപൊളിയായിട്ട് നല്ല, എന്ന് വെച്ചാൽ 152 എറിയുന്നത്, ഒരു ഓവർ 5 റൺസ് മാത്രം കൊടുത്ത് തീപ്പൊരു ഓവർ. അത് കഴിഞ്ഞിട്ട് മയങ്ക് യാദവിന്റെ ഒരു ഓവറിൽ ഇവൻ മയങ്ക് യാദവിനെ എടുത്തിട്ട് 10-20 റൺസ് അടിക്കുന്നുണ്ട്. എന്നിട്ടാണ് 38 ബോളിൽ 93 എന്ന് പറഞ്ഞ അവസാനം വന്നിട്ട് നിർഭാഗ്യവശാൽ ശരിക്കും പറഞ്ഞാൽ സെഞ്ചുറി മിസ്സായി. ഇതിന് മുമ്പും ഈ ഒരു സീസണിൽ പയ്യൻ ഇതുപോലെ എന്തോ അൺലക്കി ഉണ്ട്, അല്ലെങ്കിൽ ഒരു 3 സെഞ്ചുറി ഈ സീസണിൽ കയ്യിലിരിക്കേണ്ടതാണ്. അപ്പോൾ ആ രീതിയിലുള്ള പെർഫോമൻസ് സൂര്യവംശിയുടെ കയ്യിൽ നിന്ന് വന്നതുകൊണ്ട് മാത്രം ഇന്ന് ജയിച്ചു. അതുപോലെ തന്നെ ബോളിങ്ങിൽ ജോഫ്ര ആർച്ചർ ബ്യൂട്ടിഫുൾ ആയിട്ട് ബോൾ ചെയ്തു. പ്രത്യേകിച്ച് ലാസ്റ്റ് ഓവറിൽ 3 വിക്കറ്റ് ഇട്ടു. LSG വീണ്ടും പന്താണ് ഇവർക്കൊരു തടയിടുന്നത്. ഇന്നത്തെ മാച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് ആദ്യത്തെ 10 ഓവറിൽ 127 റണ്ണ് സ്കോർ ചെയ്ത ഒരു ടീം പിന്നീടത്തെ 10 ഓവർ കഴിയുമ്പോഴത്തെ 220 ഒതുങ്ങിപ്പോവാണ്. അതായത് പന്ത് ഔട്ട് വരുന്നത് 12.3 ഓവേഴ്സിലാണ് പന്ത് ബാറ്റിംഗ് വരുന്നത്. അവിടുന്ന് അങ്ങോട്ട് 3 ഓവറിൽ പിന്നെ റൺസ് ഒരു ബൗണ്ടറി പോലും കണ്ടെത്തുന്നില്ല. 3 ഓവർ കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു ബൗണ്ടറി അടിക്കുന്നത്. ആ സമയത്ത് 21 ബോളിന് ശേഷം പിന്നെ ഒരു ബൗണ്ടറി വന്നു. അതെ, ആ സമയത്ത് പന്ത് റണ്ണേ ബോളെ കളിക്കുന്നുള്ളൂ. ശരിക്കും ഒരു വിക്കറ്റ് മാത്രം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു മാച്ചിൽ എന്തിനാ റണ്ണേ ബോൾ ആ ഒരു സിറ്റുവേഷനിൽ വന്ന് കളിക്കുന്നതെന്ന് എനിക്കറിയില്ല. കാരണം ഇവരുടെ ഹിറ്റേഴ്സ് എല്ലാം പുറകെ കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവർ ഇന്ന് ശരിക്കും ഒരു 240 250 എത്തേണ്ട ഒരു സ്കോർ 220 എന്ന് പറഞ്ഞൊരു സ്കോറിലേക്ക് ഒതുങ്ങേണ്ടതായിട്ട് വന്നതെന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് കളി ജയിച്ചു, RR ജയിച്ചത്. പിന്നെ അതിൽ എനിക്ക് 2 കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. ഒന്ന് എടുത്തു പറയേണ്ടതാണ് മിച്ചൽ മാഷും ജോഷ് ഹീക്നിസ് എന്ന് പറഞ്ഞ കോംബോ. അത് വളരെ ക്ലിക്കായി. ഇനി LSGയുടെ അടുത്തോട്ട് ഈസി ഗെയിം എന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ല. അവർ അന്യായ ഫോമിലാണ്. അവർ നല്ല ടച്ചിലാണ്. മാഷാണെങ്കിലും 500 ക്രോസ് ചെയ്തു കണ്ടിന്യൂസ്ലി. ഇത് 2ാമത്തെ വർഷമാണ് LSGയുടെ ഒരു ബാറ്റ്സ്മാൻ 500+ സ്കോർ ചെയ്യുന്നത്. ആദ്യത്തെ ആളാണ് അടുപ്പിച്ച് 2 വർഷം 500+ സ്കോർ ചെയ്യുന്നത്. അങ്ങനെ 96-ന് ഒരു സെഞ്ചുറി പുള്ളിയുടെ മിസ്സായി വീണ്ടും. അതേപോലെ തന്നെ നല്ല സപ്പോർട്ടായിരുന്നു അപ്പുറത്തെ സൈഡിൽ നിന്നും. എക്സ്പ്ലോസീവ് ഇന്നിങ്സ് ആയിരുന്നു. അതിനുശേഷം നിക്കോളാസ് പൂറൻ വന്നു. നിക്കോളാസ് പൂറിൻ്റെ ഇടയ്ക്ക് ഒരു മാറി നിന്ന ഒരു വീക്ക്നെസ് ഇപ്പോഴും കണ്ടുവരുന്നുണ്ട്. ആ ബാറ്റിൽ സ്വിങ്ങിൽ പ്രശ്നം തുടങ്ങി. അത് കഴിഞ്ഞ ഒരു 2 ഇന്നിങ്സിൽ അത് കണ്ടില്ല. കെയ്ൻ വില്യംസൺ കൂട്ടൊരാൾ ആ ക്യാമ്പിൽ ബാറ്റിംഗ് കോച്ചായിട്ടുള്ളപ്പോൾ പിന്നെ ഇത് ആവർത്തിക്കുന്നു എന്ന് പറയുന്നത് ഇച്ചിരി അപകടജനകമാണ്. പിന്നെ ആരും പരിഹരിക്കുക, അന്ന് അത്രയും ടെക്നിക്കലി സ്ട്രോങ് ആയിട്ടുള്ള ആളാണ് അവരുടെ ബാറ്റിംഗ് കോച്ച്. പുള്ളിയെ കൊണ്ടൊക്കെ പരിഹരിക്കാൻ പറ്റാത്ത കാര്യം എങ്ങനെ എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമാണ്. അതേപോലെ തന്നെ പ്ലേയേഴ്സ് ഒക്കെ ഭയങ്കര സ്റ്റബോണായിട്ടുള്ള ചിലരൊക്കെ ഭയങ്കര ക്യാരക്ടേഴ്സ്. അവർക്കൊന്നും ഈ ബാറ്റിംഗ് കോച്ചും ആൾക്കാരൊന്നും ചിലപ്പോൾ പ്രോപ്പറായിട്ട്, പലരും പല സാഹചര്യത്തിൽ വരുന്നതാണല്ലോ ടീമിലേക്ക്. ഇവർക്ക് എത്രത്തോളം ഒരു ടീമിന്റെ ബാറ്റിംഗ് കോച്ചിന് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അവർ പറഞ്ഞുകൊണ്ട് ഇവർ അവരുടെ ടെക്നിക്ക് ചേഞ്ച് ചെയ്യുമെന്നൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. ചില ആൾക്കാരുടെ ക്യാരക്ടർ അങ്ങനെയാണ്. ഇത് നിക്കോളാസ് പൂറിൻ്റെ കുഴിമാടം പുള്ളി തന്നെ കുഴിക്കുക. മനസ്സിലായി. പുള്ളി വളരെ യങ്ങാണ് കമ്പാരിറ്റീവ്ലി. ഇൻ്റർനാഷണൽ റിട്ടയർ ചെയ്യുകയും ചെയ്തു. ലീഗ്സ് കളിച്ച് കാശിൻ്റെ ഒരു ഇതാണ്, പൈസ ഓക്കെ, അത് ഓരോരുത്തർ പേഴ്സൺ. എന്നാൽ അവരുടെ ഇൻ്റർനാഷണൽ കളിച്ചാൽ അത്ര കാശൊന്നും കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ പോകുമ്പം ഒരു പേഴ്സണലൈസ്ഡ് കോച്ച് എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം ഓരോ ലീഗിലും ഓരോ കോച്ചാണ്, ഓരോ മാസം ഓരോ ലീഗാണ്. ഇന്ന് US അടുത്ത മാസം കളിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിലായിരിക്കും, അതിൻ്റെ ഇടയ്ക്ക് കളിക്കുന്നത് ദുബായിലായിരിക്കും. മനസ്സിലായി. അപ്പോൾ അങ്ങനെ നടക്കുന്ന ഒരാൾക്ക് ഒരു പേഴ്സണൽ കോച്ചിനെ കൊണ്ടൊന്നും നടക്കത്തില്ല. പല കോച്ചസിൻ്റെ അണ്ടറിലായിരിക്കും കളിക്കാൻ പറ്റും. പക്ഷെ അതിൽ കിട്ടാവുന്ന ടെക്നിക്കലി ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് കെയ്ൻ വില്യംസൺ. അതേ കൂട്ട് തന്നെ അത്രയും ഡ്യൂറേഷനുള്ള ഒരു ലീഗാണ് IPL. ഏകദേശം 2-2.5 മാസമുണ്ട്. അത്രയും മാസമൊന്നും വേറെ ഒരു ലീഗും ഇല്ല. അപ്പോൾ അത് മാക്സിമം പ്രയോജനപ്പെടുത്തില്ലെന്നുണ്ടെങ്കിൽ കെയ്ൻ വില്യംസൺ വലിയൊരു കുഴിയിലോട്ട് ചെന്ന് വീഴുകയാണ്. കഴിഞ്ഞ വർഷം അതിൻ്റെ ഗ്ലിംസ് കാണിച്ച് 81 മറ്റോ എടുത്തുള്ളൂ. ഈ ടൂർണമെൻറ്റും കെയ്ൻ വില്യംസനെ സംബന്ധിച്ച് ഒരു ഡ്രൈ റൺ ആയിരുന്നു. പൂരനെ സംബന്ധിച്ച് ഒരു ഡ്രൈ റൺ ആയിരുന്നു. അത് പൂർണ്ണ എങ്ങനെ സോട്ട് ചെയ്യും എന്ന് എനിക്കറിയത്തില്ല. അടുത്ത വർഷം ഒരു പക്ഷേ ചിലപ്പോൾ അവർ റിലീസ് ചെയ്യാൻ വരെ തയ്യാറായിരിക്കാം. മാർക്കനം വളരെ നല്ലൊരു തീരുമാനം എടുത്തു. ഇനി ഇവിടെ നിന്ന് തുഴഞ്ഞിട്ട് കാര്യമില്ല, ഏറ്റവും നല്ലത് വീട് പിടിക്കുക എന്നുള്ള രീതിയിൽ പുള്ളി സേഫായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്.
അതിനോടൊപ്പം തന്നെ അതിന്റെ എടുത്തു ആവശ്യമുണ്ടോ? പറയേണ്ടായിരുന്നു ജോഫ്ര ആർച്ചറിൻ്റെ ആദ്യത്തെ ഓവറുകൾ ആദ്യത്തെ 9 മാച്ചിൽ ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ ഉള്ള കഴിഞ്ഞ 4 മാച്ചുകളിലായിട്ട് ഡിഫറൻ്റ് ആണ്. കഴിഞ്ഞ 4 മാച്ചുകളിലായിട്ടും പുള്ളി ഫസ്റ്റ് ഓവർ വളരെ എക്സ്പെൻസീവ് ആണ്. ഈ കഴിഞ്ഞൊരു 2-3 മാച്ചായിട്ട് പുള്ളി കണ്ടിന്യൂസ്ലി വൈഡ് 4 എറിയുന്നുണ്ടായിരുന്നു. അതൊരു ഉം. അതൊരു പാറ്റേൺ ആയിരുന്നു. വൈഡ് 4 എറിയാത്ത കഴിഞ്ഞ 2-3 മാച്ചസിൽ ഫസ്റ്റ് ഓവറിൽ എറിയുന്നുണ്ടായിരുന്നു. ഈ ഓവർ വൈഡ് 4 എറിഞ്ഞില്ല, പക്ഷേ നല്ല രീതിയിൽ റണ്ണ് ഫസ്റ്റ് ഓവർ വിട്ടുകൊടുക്കുന്നുണ്ട്. ആ ഒരു പ്രഷർ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ജോഫ്ര ആർച്ചർ. ഹാർഡ് ചാൻസസ് ആണ്, പക്ഷേ റണ്ണ് ലീക്ക് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഓവറിൽ തന്നെ അവർക്ക് വേണ്ടത്രത്തോളം. പിന്നെ ഇങ്ങനൊരു അതെ. ബോളറിനെ ആ ക്യാപ്റ്റൻസി ഡിഫറൻസ് ആണ് പറയുന്നത്. ഇങ്ങനൊരു ബോളറിനെ ഞാൻ കഴിഞ്ഞൊരു കളി പറയുണ്ടായി. രണ്ടാമത്തെ 3-ാമത്തെ ഓവർ ജോഫ്ര ആർച്ചർ എറിയാൻ വന്നപ്പം ഫസ്റ്റ് ബോൾ 6ഉം സെക്കൻഡ് ബോൾ 4ഉം എന്ത് പോയി. പക്ഷേ അതിനുശേഷമുള്ള 4 ബോളും കിട്ടില്ല യോർക്കർ. ലൈക്ക് ബോൾ വാസ് മൂവിങ് വെരി ഗുഡ് ഫ്രം ഹിസ് ഹാൻഡ്. അത്ര നല്ല യോർക്കർ എറിഞ്ഞിട്ട് പുള്ളിയെ കൊണ്ട് ഫൈനലി എറിയിപ്പിച്ചിട്ടില്ല. ആ കഴിഞ്ഞ് ഉം. നോക്കി എന്തോ ചെയ്തു, തോറ്റു. സെയിം സിനാരി ഇവിടെ നടന്നു. ആ ലാസ്റ്റ് 2 ഓവർ എങ്ങനെ എറിഞ്ഞത് പുള്ളി കറക്റ്റ് 18ാമത്തെ ഓവറും തീയായിരുന്നു. 20ാമത്തെ ഓവറും മനസ്സിലായി, പ്രത്യേകിച്ച് ലാസ്റ്റ് നെയിൽഡ് ഓവർ യോർക്കേഴ്സ് തീയായിരുന്നു. ആയിരുന്നു. അതെ, ആ 2 ഓവറിലാണ് അവർ പെട്ടുപോയത്. അവർക്ക് വേണ്ട ആ ഒരു സ്കോറിങ് അവിടെ കിട്ടിയില്ല. അത് മാത്രമല്ല, ആ ഒരു ഫോറൊക്കെ പോയത് ഇൻസൈഡ് എഡ്ജ് ചെയ്ത് പോയ ഫോർ അല്ലെ, ലക്കിൽ ഫോർ. കിട്ടിയ 2 ബൗണ്ടറിയാണ്. ലാസ്റ്റ് 12 ബോളിലാകെ 2 ബൗണ്ടറി ഉള്ളൂ. ആ 2 ബൗണ്ടറിയും ഒന്നൊരു സിക്സ് 6, ആയിരുന്നു. ഒരു സ്ട്രൈറ്റ് ബാറ്റ്, അതും ഓക്കെ. പക്ഷെ ആ ഫോറൊക്കെ പോയത് എന്തോ ഭാഗ്യത്തിന് മണ്ടയ്ക്ക് അതെ പോയതാണ്. അതെ. അതെ. അവിടാണ് ശരിക്കും അവർ ഈ ഷോർട്ടായി പുള്ളിയുടെ പോയത്. സെഞ്ചുറി റെസ്ട്രിക്ട് ചെയ്തത് ആർച്ചറാണ്. ഉം. അതിന്റെ ഇടയ്ക്ക് പന്തിന്റെ ഒരു റൺഔട്ട്, ആവശ്യമില്ലാതെ മൊമെന്റം കളയാൻ വേണ്ടിയിട്ട് ഒരു റൺഔട്ട്. പിന്നെ അതെ അതെ അതെ. അതിനുശേഷം പന്ത് എന്തിനാണ് ഒരാൾ ഇത്രയും പന്തിന്റെ സ്ട്രൈക്ക് റേറ്റ് നമ്മൾ കാണുന്നതാണ്. ഈ സ്ട്രൈക്ക് റേറ്റിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്തിനാണ് പിന്നെ സ്ട്രൈക്കിലോട്ട് ചെന്ന് കയറുന്നതെന്ന് എനിക്കറിയില്ല. അതും കീപ്പറുടെ കയ്യിൽ കിട്ടിയ ഒരു ബോൾ. വേറെ ഏതെങ്കിലും ഒരു ബാറ്റ്സ്മാൻ ആണെങ്കിൽ ഓക്കെ, എന്തിനാ ഇറങ്ങി ഓടിയ ക്യാപ്റ്റൻ ആയതുകൊണ്ട് സ്ട്രൈക്ക് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ്. അതും എന്താ അപ്പുറത്ത് കാണിക്കുന്നത് മിച്ചൽ എനിക്കറിയില്ല. മാഷാണ് നിൽക്കുന്നത്. മിച്ചൽ മാർഷ് കാണിക്കുന്നത്. അതെ. അപ്പോൾ ടോട്ടൽ മൊമെൻ്റ് അവിടെയാണ് ബ്രേക്കായി പോയത്. പിന്നെ അവർക്ക് ആ ഒരു ഓവറിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ലാസ്റ്റ് ഓവറിൽ ആ ബൗൾഡ് ഉണ്ടായിരുന്നു, ആ യോർക്കർ 149-ൽ. എന്തോ പേസിലാണ് മനുഷ്യൻ ഇത്ര പ്രീസൈസായിട്ട് എറിയുന്നതെന്ന് നമ്മൾ എന്തോ മനസ്സിലാക്കണം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഒരു കാര്യം നമ്മൾ എടുത്തു പറയണം. ഇതല്ല ടീം, ഇതല്ല എനിക്കറിയാവുന്ന ടീം, ഇതല്ല ഞാൻ സപ്പോർട്ട് ചെയ്തിരുന്ന ടീം. ഞാൻ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു ടീമിന് ബോളിംഗ് എന്ന് പറയുന്ന അവർ വലിയൊരു വെപ്പണായിരുന്നു. ആർച്ചറും മില്ലും ബർഗറും അതേകൂട്ട് സ്പിൻ ഡിപ്പാർട്ട്മെൻ്റ് ബർഗർ. ആണെങ്കിൽ രവി ബിഷ്ണോയ്, ജഡേജ, മനസ്സിലായോ, അതെ. പാർട്ട് ടൈം എറിയാനാണെങ്കിൽ തന്നെ 1-2 പേര്, ആ ഒരു കോർ ഉണ്ടായിരുന്നു. ഇപ്പം അത് അതെ. അവന്മാരതങ്ങ് ഉടച്ചു വാർത്ത്, അതായത് ഒരു എങ്കയോ ഇരുന്ന കാര്യമില്ല. സ്റ്റാൻഡേർഡിനെ വലിച്ച് വെറും ഡൊമസ്റ്റിക് രീതിയിലേക്ക് കൊണ്ടെത്തിച്ചു എന്നതാണ്. ഇപ്പം എനിക്ക് അതെ. ആ ഈ പഴയ ഒരു ബർഗർ. ത്രെട്ടനിങ് ആയിട്ട് തോന്നിയില്ല എനിക്ക് ആറിൻ്റെ ബോളിംഗ് എന്ന് പറയുന്നത്. ഇല്ല ഇല്ല, അത് എന്തായിരുന്നു ഫസ്റ്റ് നമ്മൾ ആദ്യത്തെ കുറെ മാച്ച് ഈ ബർഗറും ആർച്ചറും കൂടെ വരുമ്പോൾ ഒരു കോമ്പിനേഷൻ ഉണ്ട്. കാര്യം ബർഗർ എക്സ്പെൻസീവ് ആണെങ്കിൽ പോലും ആർച്ചറിന് കോംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിൽ എറിയാനായിട്ട് ആ ലെഫ്റ്റ് ഹാൻഡ് ആംഗിളിൽ ബർഗറിന് സാധിച്ചിരുന്നു. അത് ബർഗർ എക്സ്പെൻസീവ് ആയാലും ആർച്ചറിന് വിക്കറ്റ് എടുക്കാൻ ബർഗറിന്റെ ഒരൻ്റെ എന്നുള്ള എറി അന്നത്തെ ആ മാച്ചുകളിൽ ഹെൽപ്പ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ സന്ദീപ് ശർമ്മയെ അവർ കണ്ടിന്യൂസ് കളിപ്പിച്ചില്ല. അതുപോലെ തന്നെ നമ്മുടെ വിഷ്ണോയെ ആദ്യത്തെ മാച്ചുകളിൽ ജയിക്കുന്നതിന്റെ ഒരു പ്രധാന ഘടകം വിഷ്ണോയ് വിക്കറ്റ് എടുത്താണ്. പിന്നീട് കറക്റ്റായിട്ട് ഉള്ള മാച്ചസിൽ വിഷ്ണോയെ കളിപ്പിച്ചില്ല. ഒരു 1-2 മാച്ച് ഒന്ന് ഇതായപ്പോഴത്തെ വിഷ്ണോയെ മാറ്റി. ഇന്ന് യശ്രാജ് പുഞ്ച നല്ല രീതിയിൽ ബോൾ ചെയ്തു. 2 ക്രൂഷ്യൽ വിക്കറ്റ്, ഇംഗ്ലീഷിന്റെ വിക്കറ്റ് എടുത്തതും പൂറിന്റെ വിക്കറ്റ് എടുത്തത് ഞാൻ യശ്രാജ് ഹൈലി പുഞ്ചയാണ്. റേറ്റ് ചെയ്യുന്ന ബോളറാണ് യശ്രാജ് പഞ്ച്. കാരണം വലിയ പ്രായമില്ല, 18-19 വയസ്സോ കണ്ടേ ഉള്ളൂ, വലിയ പ്രായമില്ല പുള്ളിയെ സംബന്ധിച്ച്. അതും ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഒരു 6.6 അങ്ങാണ്ടാണ് പുള്ളിയുടെ ഹൈറ്റ്. അപ്പോൾ അത്രയും ഉം. ഒരു ടോൾ ലെഗ് സ്പിന്നർ ഇന്ത്യയിൽ ലോകത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ വിരലിലെണ്ണം, 1, 2, 3 അത്രേ ഉള്ളൂ. അപ്പോൾ അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ എന്നും കരുതി ബിഷ്ണോയെ കൂട്ടി ഒരാളെ പുറത്തിരുത്തണം. അവർ രണ്ടുപേരും ഓപ്പറേറ്റ് ചെയ്യും. രവീന്ദ്ര ജഡേജ ഇല്ലാത്തടത്തോളം സമയം അവർ രണ്ടുപേരും ഓപ്പറേഷനിലുണ്ടെന്നുണ്ടെങ്കിൽ പോലും യാതൊരു നഷ്ടവുമില്ല. അങ്ങനെയാണ് ടീം വേണ്ടത്. ഇല്ല. പക്ഷേ ഈ ഒരു ടീം ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ പോലും ഒരു ത്രെട്ടനിങ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അവർ 4-ാം സ്ഥാനം തിരിച്ചു പിടിച്ചെങ്കിൽ പോലും. പിന്നെ അല്ല. ആറാമത്തെ ബാറ്റിങ്ങിലേക്ക് എത്തുകയാണെങ്കിൽ ബ്രോ ഈ പറഞ്ഞ പോലെ തുടക്കത്തിലെ അല്ല, ഇവിടെ പയ്യൻ. ഒരു കാര്യമുണ്ട് ബ്രോ. ഈ ബോളേഴ്സിന്റെ ഇവരിപ്പോ ഇന്ന് കളിപ്പിച്ച ബോളർ സുശാന്ത് മിശ്ര, സന്ദീപ് ശർമ്മ ഇത്രയും ഗ്യാപ്പിന് ശേഷമായിരുന്നത്. ഒരു ഫാസ്റ്റ് ബോളറിനെ ഇത്രയും നാൾ പുറത്തിരുത്തിയിട്ട് പിന്നെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് എക്സ്പെൻസീവ് ആയിരുന്നു. ഇപ്പോൾ സന്ദീപ് ശർമ്മ അങ്ങനെയുള്ള അതായത് ഒരു ടീം ഒരു ദിവസം കളിപ്പിക്കുന്ന ആൾക്കാരല്ല ഇവർ. പുതിയ ആൾക്കാരെ കണ്ടെത്തി അവരെ കളിപ്പിക്കുക, അവസരം കൊടുക്കുക എന്നുള്ള പേരിൽ ക്രൂഷ്യൽ ടൈമിൽ ഇങ്ങനെ മാറ്റി 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 പ്ലേയേഴ്സിനെ ഇറക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ബ്രോ പറഞ്ഞത് ഞാൻ 100% യോജിക്കുന്നു. ഇവർ മുന്നോട്ട് പോയാലും ടോപ്പിലുള്ള സെറ്റിലായിട്ടുള്ള ടീമുകൾക്കൊന്നും ഒരു ത്രെട്ടനിങ് ആയിട്ട് വരാൻ ചാൻസ് വളരെ കുറവാണ്. ബ്രോ എന്താ പറഞ്ഞു വന്നു? ഈ ബ്രോ ഇപ്പോൾ പറഞ്ഞോട്ട് ഇനിഷ്യലി ആ ഒരു പേസിൽ, ആ മയങ്ക് യാദവിൻ്റെ പേസിൽ പയ്യൻ സ്ട്രഗിൾ ചെയ്യുകയുണ്ടായി. അത് അതെ. ഭയങ്കര
നല്ല രീതിയിൽ സ്ട്രഗിൾ ഉണ്ടായി. അവിടെ നിന്നാണ് തിരിച്ച് ക്ലച്ച് പിടിച്ചുകൊണ്ട് വന്നത്. ആ സ്ട്രഗിളിനെ ടോട്ടലി കവറപ്പ് ചെയ്യുന്ന രീതിയിൽ യശസ്വി ജയ്സ്വാൾ കോൺട്രിബ്യൂട്ടും ചെയ്തു. കോൺട്രിബ്യൂട്ട് റൺ റേറ്റിനെ ഒരു രീതിയിലും ബാധിക്കാത്ത രീതിയിൽ ആദ്യത്തെ ഓവറിൽ തന്നെ 23 റണ്ണാണ് 4 ഫോർ അടിച്ചത്. എണ്ണം അതെ പറഞ്ഞ അതെ 4 ഫോറുകളായിരുന്നു ആ 4 എണ്ണവും. അപ്പം അതിനുശേഷം യശസ്വി ജയ്സ്വാൾ എന്ന് പറഞ്ഞൊരു പ്ലെയർ കളി ടേക്ക് ഓൺ ചെയ്തതാണ്. ധ്രുവ് ജുറലിനൊക്കെ ഒരു സെക്കൻഡ് ഫീൽഡിൽ ആഡ് ചെയ്യാൻ മതിയായിരുന്നു. കാരണം ഈ പറയുന്ന ഇച്ചിരൂടെ വെച്ചോട്ട് കളിച്ചില്ലെങ്കിൽ 15 ഓവർ ജയിക്കാം. 15 ഓവർ ജയിച്ച ഒരു നെറ്റ് റൺ റേറ്റ് കൂടെ അവർക്കൊന്ന് സീൽ ചെയ്യാൻ പറ്റിയായിരുന്നു എങ്കിൽ ഈ പൊസിഷനിൽ ഇരുന്ന് കുറച്ചുകൂടെ തന്നെ ബെറ്റർ. അവർക്ക് വേണമെങ്കിൽ ക്വാളിഫൈ ആകാമായിരുന്നു. കാരണം ഇപ്പോഴത്തെ സിനാരിയോ അനുസരിച്ച് ഇവർക്ക് ത്രെറ്റനിങ് ആയിട്ടുള്ള ഒരു ടീം ഇപ്പം നിൽക്കുന്നിടത്തൊന്നും തോറ്റു കഴിഞ്ഞാൽ ചെന്നൈ മാത്രമാണ്. ചെന്നൈക്ക് ഈ ഒരു നെറ്റ് റൺ റേറ്റ് കവർ ചെയ്യാൻ വേണ്ടി 200 കളിക്കുമ്പോൾ ഒരു 170 റണ്ണിന് ഓപ്പോസിഷനെ ബോൾ ഔട്ട് ആക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു 17 ഓവറിൽ ചേസ് ഡൗൺ 200 എന്ന് പറഞ്ഞ ടോട്ടൽ ചേസ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് 6 റണ്ണിൻ്റെ നെറ്റ് റൺ റേറ്റിനെ മറികടക്കാൻ പറ്റും. അത് ഇച്ചിരൂടെ ഒന്ന് നേരത്തെ ആയിരുന്നുവെങ്കിൽ ഒരു 50 റണ്ണിനൊക്കെ ജയിക്കുകയും 15 ഓവറിൽ ചേസ് ഡൗൺ ചെയ്യും എന്നുള്ള ഒരു സാഹചര്യം വരെ എത്തിച്ചു കൊടുക്കാമായിരുന്നു. അത് ഇവരെ കൊണ്ട് തീർച്ചയായിട്ടും കഴിഞ്ഞില്ല. ഈസി ആയിട്ട് അതിലെല്ലാം പറ്റിയാണ്. അതെല്ലാം ഉപരി ജയിച്ചു എന്ന് പറയുന്നത് തന്നെ ആറാറിനെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസകരമാണ്. കാരണം ഒരു എനിക്കൊന്ന് ആ ഗ്രൗണ്ടിലെ ജയ്പൂരിലെ ഈ സീസണിലെ 5 കളികൾക്ക് ശേഷമുള്ള ആദ്യത്തെ വിജയവും കഴിഞ്ഞ 2025 ശേഷമുള്ള 9 കളി കളിച്ചത് 2 കളി മാത്രമാണ് ആ ഗ്രൗണ്ട് ജയിച്ചത്. അതിന് വലിയ ആച്ചായി എന്ന് ചിന്തിക്കേണ്ട കാര്യമേ ഉള്ളൂ തീർച്ചയായിട്ടും ആറാറിനെ സംബന്ധിച്ച്. ഇതിനകത്ത് ഒരു കാര്യമുണ്ട്. നമ്മുടെ മറ്റേ പയ്യൻ ആകാശ് സിംഗിന് ഇന്ന് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. മറ്റേ തുണ്ടുപേപ്പറിൻ്റെ പയ്യൻ അത് നല്ല രീതിയിൽ അടി കിട്ടി. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഓർക്കുന്നത് നമ്മളൊരു കാര്യം പറയാൻ വിട്ടുപോയി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു ലൈക്ക്, ഒരു കമൻറ്റ് എന്നിവ നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ ഒരു ജേർണിയിൽ തീർച്ചയായിട്ടും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു എൻഗേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോ പുതിയ ആളുകളിലേക്കൊക്കെ എത്താനായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് സഹായമായിരിക്കും. അതുകൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ അത് ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരം. ബ്രോ, ഈ ആകാശ് സിംഗിന് ഇന്ന് എക്സ്പെൻസീവായി. അതുപോലെ തന്നെ മോഷൻ ഖാൻ നല്ല രീതിയിൽ പറഞ്ഞു. അതാണ് അവരുടെ ഒരു ബോളിങ്ങിൻ്റെ പ്രിൻസ് യാദവ് ഒക്കെ എക്സ്പെൻസീവ് ആയി. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ മാച്ചിൽ ഒരു സമ്മറി പറയുകയാണെന്നുണ്ടെങ്കിൽ ആ യശ്രാജ് പുഞ്ചയും ആൻഡ് വൈഭവ് സൂര്യവംശി ഇവരുടെ രണ്ടുപേരുടെ പെർഫോമൻസിൻ്റെ ബലത്തിൽ അതാ ജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയല്ലേ? ഫീൽഡിങ്ങും LSCയെ സംബന്ധിച്ച് ഭയങ്കര സ്ലോപ്പി ആയിരുന്നു. ഒരുപാട് ചാൻസസ് ഫോറാക്കി കളഞ്ഞു. മിസ് ഫീൽഡിങ് ഒരുപാടുണ്ടായിരുന്നു. ഇനിഷ്യലി തന്നെ പുള്ളിക്കാരൻ ഇനിഷ്യലി എക്സ്പെൻസീവ് ആകാൻ കാര്യം തന്നെ ഒരുപാട് മിസ് ഫീൽഡ് തന്നെയാണ്. അപ്പം അങ്ങനെ അതും ഇതിനകത്ത് ചേർത്ത് വായിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഇവരെ ചാൻസസ് അധികം ക്രിയേറ്റ് ചെയ്തില്ല. ചാൻസസ് ക്രിയേഷൻ അവിടെ ചെയ്തില്ല. കുറവായിരുന്നു എന്ന് വേണം പറയാൻ. പിന്നെ ഈ പറയുന്ന ആദ്യം ഒന്ന് ആറാറിനെ സംബന്ധിച്ചും 14, 15, 16 ഓവർ അല്ലെ 17 ഓവർ 4 ഓവറിൽ അവർക്ക് ബൗണ്ടറി ഇല്ല. മനസ്സിലായി? അതായത് 14 മുതൽ 17 വരെയുള്ള ഓവറിനകത്തിൽ അവർക്ക് ബൗണ്ടറി ഇല്ല. അതും റണ്ണേ ബോൾ പോലും അവർക്ക് റൺ റേറ്റ് കീപ്പ് ചെയ്യാൻ പറ്റില്ല ആ ഒരു ഫേസിൽ. അവിടെയും സൂര്യവംശി പോയി അവരുടെ പരിപാടി പോയി. തീർന്നു, അതെ വെടിക്കെട്ട് അതെ തീർന്നു. അതെ, ധ്രുവ് ജുറയില് കളിക്കുന്ന ഷോട്ട്സ് ഒക്കെ അടിപൊളിയായിരുന്നു. അടിച്ച സിക്സ് ഒക്കെ ബുള്ളൊക്കെ അടിച്ചൊക്കെ അടിപൊളിയാണ്, കാണാനൊക്കെ കൊള്ളാം. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ വരുമ്പോഴത്തേക്ക് ഇതാണ് അവസ്ഥ. കാരണം ഇന്നൊരു 16 ഓവറിൽ ഇവർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയിരുന്നുണ്ടെങ്കിൽ ഇവർക്ക് ഏകദേശം ഇനി അടുത്ത കളി തോറ്റാൽ പോലും അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ മോസ്റ്റ് സിനാരിയോസിൽ ഇവർക്ക് സീൽ ചെയ്യായിരുന്നു ഈ നമ്പർ 4 അവസാനത്തെ എന്നുള്ളത്. 7 ഓവറിൽ അവർ 2 3 ബൗണ്ടറി അടിച്ചിട്ടുള്ളൂ. അതായത് 42 ബോളിൽ 2 ബൗണ്ടറി. ലാസ്റ്റ് ഓവറാണെന്നൂടെ ശ്രദ്ധിക്കണം, ലാസ്റ്റ് 7 ഓവേഴ്സ്. അപ്പം അതൊരു പേടിപ്പെടുത്തുന്ന, ലൈക്ക് അവരെ സംബന്ധിച്ചൊരു വറിയും കാര്യമാണ്. ഇത് ജയിക്കാൻ പോവുക എന്ന് കരുതി ഞങ്ങൾ സിംഗിൾ ഇട്ട് കളിച്ചെന്ന് പറയാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ അവർക്ക് ജയം മാത്രമല്ല നോക്കേണ്ടത്. ജയം അവർക്ക് ഈ സൂര്യവംശി ഔട്ടാവുന്നതിനൊക്കെ മുമ്പേ ജയം ഉറപ്പായി. അപ്പോൾ ടേക്ക് ഡൗൺ ചെയ്ത് കളി അവിടെ കില്ല് ചെയ്യണമായിരുന്നു. പക്ഷെ അത് അവരെ കൊണ്ട് പറ്റിയിട്ടില്ല. പിന്നെ അനാവശ്യമായ പരീക്ഷണങ്ങളും ടീമിനകത്തിലെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തീയും പുകയും ഒക്കെ ഒട്ടും ഒരു ക്വാളിഫൈ ചെയ്യാൻ പോകുന്ന ടീമിനെ സംബന്ധിച്ചൊരു നല്ല ഫാക്ടേഴ്സ് അല്ല. തീർച്ചയായിട്ടും അല്ല. ബ്രോ അന്ന് പറഞ്ഞ എനിക്ക് ഓർമ്മ വരുന്നത്, എനിക്കൊന്ന് ഈ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ഓണർഷിപ്പിന്റെ റിലേറ്റീവ് ആയിരുന്നു പരാഗ്. ഇപ്പോൾ ഓണർഷിപ്പ് മാറിയപ്പോഴത്തേക്ക് പരാഗിന് എത്രത്തോളം അവിടെ ഒരു ഹോൾഡ് ഉണ്ട്, പരാഗിന്റെ ഈ ഷോയ്ക്കൊക്കെ എത്രത്തോളം അവിടെ സ്പേസ് ഉണ്ട് എന്നുള്ളത് ഒരു കണ്ടതാണ് പ്രശ്നമായിരിക്കാം. ഒരു ക്യാപ്റ്റൻ്റെ ബിഹേവിയർ അല്ല കഴിഞ്ഞ ദിവസം അവിടെ കണ്ടത്. അതുകൊണ്ട് തന്നെ പുറത്തിരുത്തിയാണോ എന്ന് പറഞ്ഞാൽ പോലും എനിക്ക് അത്ഭുതമില്ല. നമ്മളൊരു പ്ലെയറിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന വെയിറ്റേജ് ഉണ്ടല്ലോ. വിരാട് കോഹ്ലി കാണിക്കുന്നത് വിരാട് കോഹ്ലി കാണിക്കാനുള്ള ഇതുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഒരു പുതിയൊരു പ്ലെയർ വന്നിട്ട് ഇപ്പോൾ ഈ ആകാശ് സിംഗിന്റെ കാര്യം തന്നെ പറഞ്ഞു. ആകാശ് സിംഗ് വന്ന് വിരാട് ഇപ്പോൾ കോഹ്ലി ഉറുൾ പട്ടേൽ കാണിക്കുന്നുണ്ടെങ്കിലും ഇന്നേ വരെ വിരാട് കോഹ്ലി ഒരാളിങ്ങനെ മിസ്ഫീൽഡ് ചെയ്യുമ്പം അവർക്കെതിരെ ഇങ്ങനെ ബിഹേവ് ചെയ്തിട്ടില്ല. ഇന്നേ വരെ ഒരു ഇൻ്റർവ്യൂ സെഷനിലും ഇങ്ങനെ ഇത്ര അർഹൻ്റായിട്ടുള്ള രീതിയിൽ പെരുമാറിയിട്ടില്ല. വിരാട് കോഹ്ലി ഒരു ഹാർദിക് മിസ്ഫീൽഡ് പാണ്ഡ്യ ചെയ്താൽ പോലും ആറും ഇതേവരെ വിരാട് കോഹ്ലി എടുത്ത് ഇങ്ങനെ കാണിക്കത്തുമില്ല. മനസ്സിലായി? അതായത് ആന വാ വിളക്കുന്ന കണ്ടുകൊണ്ട് അണ്ണാൻ വാ വിളക്കരെന്നൊരു മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്.
അതെ അതെ. അല്ല, നെക്സ്റ്റ് വിരാട് കോഹ്ലിയാണ് പുള്ളിക്കാരൻ. അതാണ് പുള്ളി സ്വന്തമായിട്ട് IPL, ഇന്ത്യയുടെ IPL ഒന്നും കാണത്തില്ല. പുള്ളി കളിക്കുന്ന അല്ല സോറി, ഇന്ത്യയുടെ വേൾഡ് കപ്പ് ഒന്നും കാണത്തില്ല. പുള്ളി കളിക്കുന്ന വേൾഡ് കപ്പ് കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പുള്ളി. ഇന്ത്യയുടെ മാച്ചസ് പുള്ളി കാണത്തില്ല. അവിടെ അമ്മാതിരി ഇരിക്കത്തേ ഉള്ളൂ. ആറ്റിറ്റ്യൂഡാണ്. ഹർദിക് പാണ്ഡ്യയുടെ ഒരു വേറൊരു വെർഷൻ. ഹർദിക് പാണ്ഡ്യ പിന്നെയും അത്രയും പെർഫോം ചെയ്ത് കാണിച്ചിട്ടാണെന്നെങ്കിലും പറയാം. ഹർദിക് പാണ്ഡ്യ നമ്മൾ സഹിക്കും, ഹർദിക് പാണ്ഡ്യയുടെ ഇച്ചിരി ഷോ ഉണ്ടെങ്കിലും. ഇത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സോ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. എന്തെങ്കിലും ഉണ്ടോ ഈ ആഡ് ഒരു കാര്യം ചെയ്യാനുണ്ടോ? പറയാനുണ്ട്. ഞാൻ ഈ തൊപ്പി വെച്ചേക്കുന്നത് വേറെ ബ്രോയെ കോപ്പി അടിച്ചോണ്ടൊന്നും അല്ല. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായി, മുടി വെട്ടി ആകെ മൊത്തം മോശമായി. ഇവിടെ മുടി വെട്ടൽ ഭയങ്കര എക്സ്പെൻസീവ്, ഏകദേശം നാട്ടിലെ 3500 രൂപ വരും. അതുകൊണ്ട് പറ്റയടിക്കും. അതിനെ മറയ്ക്കാൻ വേണ്ടിയാണ് ഈ തൊപ്പി വെച്ചിരിക്കുന്നത്. ഇത് കണ്ട് പേടിക്കണ്ട, ഇത് പ്യൂമയുടെ പുലിയല്ല, ഇത് പൂക്കയുടെ പൂച്ചയാണ് ഈ ചാടുന്നത്. അതുകൊണ്ട് അത് നിങ്ങൾ പ്രശ്നമാക്കരുത്. ഓക്കെ, അതെ, തൊപ്പി വെക്കുന്ന ഒരു യൂണിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാന്ന് വെച്ചാലും കുഴപ്പമില്ല. നമ്മൾ തൊപ്പി തൊപ്പി ടീംസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ സമ്മറൈസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമുക്ക് അടുത്ത മാച്ചിൽ നാളത്തെ റിവ്യൂ അല്ലെങ്കിൽ മറ്റൊരു പ്രിവ്യൂ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. നാളെ ഒരു ദിവസം എന്തെങ്കിലും ഒരു ഡിലേയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് ചിലപ്പോൾ വീഡിയോയ്ക്ക് ഉണ്ടായേക്കാം. നാളെ കൂടെ കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ടെക്നിക്കൽ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നാളെ കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഡബിൾ സ്ട്രോങ് ആയിട്ട് തന്നെ ആയിരിക്കും ടൈമിങ്ങിൻ്റെ ഒക്കെ കാര്യത്തിൽ. സോ ആ ഒരു ഡിലേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും അരുൺ ബ്രോ ആയിട്ട് വീണ്ടും ഒത്തുകൂടുന്നവരെ ബൈ.